ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, ഒരു 5 കിലോ അച്ചാറിൻ്റെ ഓർഡർ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 5 കിലോ തന്നെ മാങ്ങ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 5 കിലോ മാങ്ങയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ബാക്കി അച്ചാറുണ്ടെങ്കിൽ എനിക്ക് വേറെ കുറച്ച് ആവശ്യത്തിനുണ്ട്, അതിന് വേണ്ടി ഞാൻ ബാക്കി എടുത്ത് വെച്ചത്. 5 കിലോ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിട്ടു. അപ്പോൾ എനിക്ക് ഈ 5 കിലോ അച്ചാർ ഓർഡർ കിട്ടാനുള്ള കാരണം നിങ്ങൾ തന്നെ കേട്ടോ. നിങ്ങൾ മീൻസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ വ്യൂവേഴ്സ് ഫാമിലീസ് മാത്രമാണ് കേട്ടോ ഇതിന് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പം എനിക്ക് ഓർഡർ തന്നിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് എനിക്ക് ഇതുവരെ അതിൻ്റെ ഓർഡർ എടുക്കാനോ അതിനെ ഉണ്ടാക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിട്ട. അപ്പോൾ ഇന്നത് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു 2 കിലോ മാങ്ങൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാനോ ഇടാനോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ട. അപ്പോൾ ഇന്ന് ഇത് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതും കുറേ ദിവസമായിട്ടാ. പിന്നെ എനിക്ക് ഇൻസ്റ്റാന്നും വാട്സപ്പിലാണെങ്കിലും കുറേ ആൾ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചെയ്തു തരാൻ പറ്റുമോ, അപ്പായെങ്കിലും അച്ചാറായെങ്കിലും ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് വെച്ചിട്ട്. പക്ഷേ ഞാൻ ഒരു 1 വീക്കിൽ എന്തായാലും എല്ലാവർക്കും ചെയ്ത് തരുന്നതായിരിക്കും, ആരൊന്നും വിചാരിക്കരുത്. കാരണം കുറച്ച് അസ്വസ്ഥത ഉള്ളത് കൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതും അച്ചാറിടാൻ അപ്പം ചൂടാനോ ഒന്നും പറ്റാത്തത്. ഒരു 5 കിലോ മാങ്ങ എടുത്തെങ്കിലേ ഒരു 7 കിലോ മാങ്ങേൻ്റെ അച്ചാർ വരെ ആവട്ടെ. കാരണം ഞാനിപ്പോൾ 5 കിലോ മാങ്ങ എനിക്ക് ഓർഡർ ഉണ്ടായിട്ടു. ബാക്കി കുറച്ച് എനിക്ക് ഒരു 2 കിലോ മാങ്ങേൻ്റെ അകത്ത് എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഒന്നിച്ച് തന്നെ ഇട്ടതായിരുന്നു. അപ്പോൾ 5 കിലോ മാങ്ങക്ക് ഞാൻ ഒരു 1/2 കിലോ ഈത്തപ്പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1/2 കിലോ ഈത്തപ്പഴം അതിന് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാം ഒന്നിച്ചുണ്ടാക്കുമ്പോൾ കുറച്ച് നമുക്ക് ഈത്തപ്പഴമൊക്കെ ലാഭം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഞാൻ ചെയ്യുന്നുള്ളത്. കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെണ്ണുങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്കെല്ലാം ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് ഇതൊക്കെ അച്ചാറുണ്ടാക്കി ഷോപ്പിലേക്ക് കൊടുക്കുക. എനിക്ക് ഷോപ്പിലേക്കെല്ലാം ഓർഡർ ഉണ്ട്. അപ്പോൾ അതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു പൊരിയപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടത് കൊണ്ട് എനിക്ക് അതിനും കുറേ ഓർഡർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഷോപ്പിലേക്ക് തന്നെ കേട്ടോ കൂടുതൽ ഓർഡർ ഉള്ളത്. അപ്പോൾ നമ്മൾ കാസർഗോഡ് തന്നെയുള്ള കുറേ ഷോപ്പിലേക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മാങ്ങനെ ചെറുത് പീസാക്കിയിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കുക. നല്ല മാങ്ങ ഇത് ഉണ്ടായിരുന്നത്, നല്ല പച്ച മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിട്ടാണ്. വലിയ കത്തിയിലാണ് ഞാൻ കട്ടാക്കി എടുക്കുന്നുള്ളത്. നല്ല കരിക്ക് പോലത്തെ മാങ്ങ എന്ന് പറയുന്നില്ല, അതുപോലത്തെ മാങ്ങയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മാങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഓരോന്നോരോന്നേ അകിരി കട്ടാക്കിയിട്ട് എടുത്ത് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഈ മാങ്ങ കട്ടാക്കിയിട്ട് എടുക്കാൻ. ഞാൻ എല്ലാം ഒറ്റ ദിവസം കൊണ്ടാണ് ഇത് ഉണ്ടാക്കൽ. ഇത് ഇന്നലെ ഈവനിങ് ആണ് ഈ മാങ്ങ ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈത്തപ്പഴം ഉണ്ടായിട്ട് എൻ്റെ കയ്യിൽ. ഈത്തപ്പഴം മീൻസ് ഡേറ്റ്സ് ആണ്. കുറേ ആൾക്ക് ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ എന്തേ അറിയില്ല എന്ന് ചോദിക്കും, അതുകൊണ്ട് ഞാൻ പറയാം അത് ഡേറ്റ്സ് കേട്ടോ. ഇംഗ്ലീഷ് വേർഡ്സായിട്ട് ഡേറ്റ്സ് ആണ് അതിന് പറയൽ. അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ടായിട്ട് അപ്പോൾ അത് രാത്രി കൊടുന്നതിന് ശേഷമാണ് ഞാൻ ബാക്കി പണിയൊക്കെ എടുത്തത്. ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ ഇത് കട്ടാക്കി വെച്ചിട്ടുള്ളത്. കട്ടാക്കിയിട്ട് ഉപ്പും സിർക്ക മീൻസ് വിനാഗിരി അതും കൂടി ഒഴിച്ചിട്ട് വെക്കുന്ന കേട്ടോ. ഒരു 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ ഒരു 1/4 കുപ്പി വരെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 1/4 ലിറ്റർ എന്ന് പറയും അത്ര ഞാൻ സിർക്ക തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. കാരണം വെള്ളമൊന്നും ഇതിൽ ഒഴിക്കുന്നില്ല ഞാൻ. വെള്ളം വാട്ടർ കുറേ ആക്കിന് ഇപ്പോൾ ചോദിക്കുമ്പോൾ ഇതിന് കമൻസൊക്കെ വരും, ഇതെന്താണെന്ന് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചിട്ട് പറഞ്ഞത്. അതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, മാങ്ങ മാത്രം മുറിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് വെക്കുന്നതാണ്. ഇതിൽ വേറെ കെമിക്കൽസ് അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടിടുന്നത് തന്നെ നിങ്ങൾക്കൊന്നും അതിലൊന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എൻ്റെ വോയിസ് ഇല്ല ക്ലിയർ ആകുന്നില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം തൊണ്ടയിൽ കുറച്ച് കച്ചയുണ്ട് അസുഖമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണം സൗണ്ട് നേരെ ഇല്ലെങ്കിൽ. അപ്പോൾ അത് മാങ്ങല്ലേ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് എല്ലാവരും നെയ്യായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പീസാക്കിയിട്ട് കുറേ സമയം എടുത്തിട്ടാ, ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ടാവും ഇത് കട്ടാക്കിയെടുക്കണം. കാരണം നല്ല പച്ച മാങ്ങയായിരുന്നു, അതുകൊണ്ട് കട്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ടായിട്ടാണ്. ഇത് ഞാൻ കൊടുന്നിട്ട് സ്പോട്ടിന് മുറിച്ചെടുത്തിയാണ്. ഓരോ സാരം 2 സാരം വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചത് പാടുമ്പോൾ നേരെ മുറിക്കാനും കൂടി പറ്റുന്നത്. ഇത് പെട്ടെന്ന് വേണമെന്ന് കുറേ ദിവസമായി എന്നോട് പറഞ്ഞത്. അപ്പോൾ കസ്റ്റമർ നമ്മോട് ചോദിക്കുമ്പോൾ ഞാൻ കുറേ ദിവസം ഇങ്ങനെ വെക്കുന്നത് ഒരു രസമില്ലല്ലോ, അവർ കുറേ പ്രാവശ്യമായി ചോദിക്കുന്നത്. അങ്ങനെ അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുപോലെ അച്ചാറായിരിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടോ, ഞാൻ എത്തിച്ചേരാം കേട്ടോ. നിങ്ങളുടെ ഓർഡറിൽ ഞാൻ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. അങ്ങനെ മാങ്ങ എല്ലാം കട്ടാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിനവ എല്ലാം കട്ടാക്കിയിട്ട് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ഉപ്പും 1/4 ലിറ്റർ സിർക്കും കൂടി ഒഴിച്ചിട്ടുണ്ട്. സിർക്ക മീൻസ് വിനാഗിരി അതും കൂടി ഒഴിച്ചിട്ട് ഞാൻ രാത്രി മൂടിയിട്ട് വെച്ചതാണ്. ഞാനത് സ്പോട്ടിന് ഉണ്ടാക്കി വെക്കണം, എടുത്തിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കണമെന്നില്ല. പക്ഷേ ഈത്തപ്പഴത്തിന് നമുക്ക് വെള്ളത്തിലെല്ലാം ഇട്ടിട്ട് വെക്കണം. വെള്ളത്തിലിട്ടിട്ട് വെച്ചില്ലെങ്കിൽ അത് ഇങ്ങനെ മിക്സിയിൽ അരച്ചെടുക്കലാണ്. ഇതിലേക്ക് ഈത്തപ്പഴം ഇടുന്നുണ്ട്, ഡേറ്റ്സ്. അപ്പോൾ അത് അരച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഇടൽ. അപ്പോൾ ഇടുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിലിടെ കുതിർത്തി വെക്കാണ്ടിട്ട് വെച്ചെങ്കിൽ മിക്സിയിൽ അരിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ
കുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈത്തപ്പഴം. ഇതൊക്കെ കണ്ടില്ലേ, സിർക്ക ഇത്രയും ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു കൊണ്ട് തന്നെയാണ് ഇത് ഇടുന്നുള്ളതെല്ലാം. 1/4 കുപ്പിയാണ് ഞാൻ സിർക്ക അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. 1 ലിറ്ററിൻ്റെ സിർക്ക തീറാനിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് 1/4 ലിറ്ററാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മാങ്ങ കണ്ട ഇതിൽ ഇത്ര വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇടുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഉപ്പിൻ്റെയും സിർക്കൻ്റെ എല്ലാം വെള്ളം എളിയിട്ട് വരുമ്പോൾ നല്ല വെള്ളമാവും. അപ്പോൾ ഈ പാക്കറ്റ് ഈത്തപ്പഴം, 1 പാക്കറ്റ് കറിവേപ്പില, ഇതൊക്കെ ഞാൻ ടൗണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കറിവേപ്പില ഞാൻ എടുത്തിട്ട് കുറച്ച് അതിൻ്റെ തണ്ടൊക്കെ നല്ല കളഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10 ദിവസത്തേക്കൊക്കെ മതിയാണ് കറിവേപ്പില. നല്ല മണമുള്ള കറിവേപ്പില. ഇപ്പോൾ നമുക്ക് ടൗണിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന, നമ്മളെ ഉള്ളതൊന്നും ഇത്ര മണമൊന്നും ഇല്ലാവേ. ടൗണിൽ നിന്ന് കിട്ടുന്ന നല്ല കറിവേപ്പില. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മുളക് പൊടിയൊക്കെ ഇടാന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടി ഇടുന്നത്. അത് കാശ്മീരി മുളക് പൊടിയവേ, റെഡ് ചില്ലി പൗഡർ, അതാണ് ഞാൻ ഇടുന്നത്. പാക്കറ്റല്ല, ലൂസ് ഞാൻ മില്ലിൽ നിന്ന് വാങ്ങലാണ്. അപ്പോൾ അതിൽ 2 കയ്യിൽ 2.5 കയ്യിൽ അങ്ങനെ ഏകദേശം ഇങ്ങനെ കറക്റ്റായിട്ട് ഇടല, അനുസരിച്ചിട്ട് ആവശ്യമുള്ളെങ്കിൽ ഞാൻ ഇടും കേട്ടോ. ഇപ്പോൾ ഈ കയ്യിൽ 2 കയ്യിലാണ് ഇങ്ങനെ ഇടുന്നത് ഞാൻ. അപ്പോൾ കറക്റ്റ് കണക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഷോപ്പിലേക്കെല്ലാം കൊടുക്കുന്നതാണെങ്കിൽ കറക്റ്റ് കണക്കായിട്ട് ഒരു 1/4 കിലോ എന്ന് പറയാം, 250 ഗ്രാം അത്ര എണ്ണ ഇതിനാവശ്യം ഉണ്ടാവും മുളക് പൊടി. പിന്നെ ഞാൻ എന്തായാലും ഞാൻ പാക്കറ്റ് മുളക് പൊടി വാങ്ങല്ല കേട്ടോ. കാരണം എന്തൊക്കെ മിക്സൊക്കെ ഉണ്ടാവും, പിന്നെ അതിൽ നല്ലതുണ്ടായില്ല എന്ന് വെച്ചാൽ വരട്ടിയൊക്കെ കേടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലത് നോക്കിയിട്ട് തന്നെയാണ് മുളക് പൊടി വാങ്ങൽ. അപ്പോൾ ഇതിൽ നല്ല സാധനം ഇട്ടെങ്കിൽ അച്ചാർ കുറേ കാലത്തേക്ക് ഉണ്ടാവുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ഈത്തപ്പഴത്തിനില്ലേ, ഇതൊരു പാക്കറ്റ് ഈത്തപ്പഴം കേട്ടോ. ഇതിൽ ഫുള്ള് ഇട്ടിന് കേട്ടോ, കുറച്ചും ബാക്കി വെച്ചിട്ടൊന്നുമില്ല. എല്ലാം 1 കിലോ ഈത്തപ്പഴം ഞാൻ അതിലേക്ക് ഇട്ടിനവേ. 1 കിലോ ഈത്തപ്പഴം ഇട്ടിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. 2-3 ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് തേയിലാന്ന് വെച്ചാൽ ആ 2-3 അതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെള്ളത്തിലിട്ടിട്ടില്ലേ, ഒരു 2 മണിക്കൂർ വെച്ചെങ്കിൽ മതിയാവും അരച്ചെടുക്കാൻ. പിന്നെ ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ നല്ല പാല കുതിർത്തി എടുക്കാമെന്ന്. ഈ വെള്ളമൊന്നും അതിലേക്ക് കൂട്ടുന്നില്ല, അച്ചാറിലേക്ക് ഈ വെള്ളമൊന്നും കൂട്ടുന്നില്ല കേട്ടോ. ഇതെല്ലാം കളയുന്നതാണ്. ഇത് ക്ലീൻ ആക്കിയിട്ട് ഇത് മിക്സിയിൽ അരച്ചെടുക്കും, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നതാണ്. ഇത് ബാക്കി 2 വെച്ചിനെന്ന് പറഞ്ഞിട്ട് അതും കൂടി അതിലേക്ക് തന്നെ ഇട്ടിന് കേട്ടോ, തികഞ്ഞില്ലെങ്കിലോ. കാരണം അച്ചാറിലാണ് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ്. ഇന്നലെ രാത്രി അരച്ച് വെച്ചത് രാവിലെ നോക്കുമ്പോൾ അതിൽ നിന്ന് ഉപ്പിൻ്റെയും എല്ലാം മാങ്ങൻ്റെ എല്ലാം വെള്ളം ഇറങ്ങിയിട്ട് ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നല്ല മുളകും ഉപ്പെല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈത്തപ്പഴത്തിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുന്ന കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആക്കിയങ്ങ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നല്ല ചെറിയ റേറ്റിന് മാങ്ങ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഞാൻ അന്ന് മാങ്ങ വാങ്ങുന്ന സമയത്ത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ. ഇപ്പം മാങ്ങക്ക് റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മിക്സിയിലിട്ട് ഫൈനാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ അടി അടിക്കുമ്പോൾ അത് ഇങ്ങനെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതില്ലേ വെള്ളത്തിൽ കുതിർത്തില്ലെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും അരച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ മിക്സിക്കും കേട് വരും. അപ്പോൾ അത് കുതിർത്തി വെച്ചെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഈത്തപ്പഴം ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കിയാണ്. വെള്ളം എന്ന് പറഞ്ഞ സംഭവം ഇതിൽ കൂട്ടിയിട്ടേ ഇല്ല. കാരണം വെള്ളം കൂട്ടിയെങ്കിൽ ചിലപ്പം നമുക്ക് അച്ചാർ പുറത്തൊക്കെ വെക്കുമ്പോൾ ഫ്രിഡ്ജിലെല്ലാം പുറത്ത് വെച്ചിട്ട് യൂസ് ആക്കുമ്പോൾ മണമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ വെള്ളം കൂടാതെ നിൽക്കുന്നത്. കാരണം നമ്മൾ പുറത്ത് കൊടുക്കുന്ന അച്ചാറല്ലേ. അപ്പോൾ ഇതിലേക്ക് കടു, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് ഉലുവ കൂടി ഇടുന്നുണ്ട് കേട്ടോ, ചെറിയൊരു സ്മെല്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂട്ടിയിട്ട് നല്ല എണ്ണയിൽ തന്നെ ഞാൻ കടുകലം പുറന്നിട്ട് എടുക്കുന്നതാണ്. ഉലുവ, കടുക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും കൂട്ടിയിട്ട് നന്നായിട്ട് ചെറിയ തീരിട്ടിട്ട് വഴറ്റിയെടുക്കണം. കുറച്ചൊരു 5 മിനിറ്റ് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഉലുവ പൊട്ടുമ്പോൾ നല്ല സ്മെല്ലാണ് ഉണ്ടായിന്. നിങ്ങൾ അച്ചാറിലേക്ക് ഉലുവ ഇടലുണ്ടാകും. കുറേ ആളില്ലേ ഈ കടുക് ഉലുവെല്ലാം അരച്ചിട്ടും കൂട്ടലുണ്ട് കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഞാനത് ഇങ്ങനെ പൊട്ടിച്ചിട്ടേ ഇടലുള്ളൂ, വേറെ ഒന്നും അതിലേക്ക് ചേർക്കലില്ല. പിന്നെ കുറേ ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുളക് തിളക്കലില്ലേ, ചൂടാക്കലില്ലേ. ഞാൻ തിളപ്പിക്കലില്ല കേട്ടോ, ഇങ്ങനെ പച്ചനെന്നെ ഇങ്ങനെ ഇടലാണ്. കറിവേപ്പില മാത്രമേ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കലുള്ളൂ അച്ചാറിലേക്ക്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെയാണ് ഇത് കടു കലം പോർന്നിട്ടത്. ഈത്തപ്പയും കടു കലം പോർന്ന് രാവിലെയാണ് ഇട്ടത്. അപ്പോൾ രാവിലെ പോകുമ്പോൾ തന്നെ അച്ചാർ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് രാവിലെ തന്നെ അവർ വേണമെന്ന് പറഞ്ഞിട്ട്, കാരണം ഇന്നലെ എന്നോട് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായി. ഇന്ന് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 5 പാക്കറ്റ് ഇപ്പോൾ ആക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് അത്രേൻ്റെ അച്ചാറാണ് ഇപ്പോൾ എനിക്ക് ആയിട്ടുള്ളത്. 5 കിലോ അച്ചാറാണ് ഇപ്പോൾ ആയിട്ടുണ്ടായിരുന്നത്. ബാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടോ, ഞാൻ അച്ചാർ എത്തിച്ച് തരാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പണിയില്ലാതിരിക്കുന്ന വീട്ടമ്മമാർക്ക്, ഹൗസ് വൈഫ് ഇങ്ങനെയെല്ലാം പറയില്ലേ, അവർക്കൊക്കെ ഇതൊരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്.
കാരണം ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ലാങ്കിൽ ഒന്നും നടക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് പണിയെടുക്കാൻ പറ്റാത്ത പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ തട്ടിക്കളയണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതൊരു കറക്റ്റ് ഒരു പാത്രമാണ്, അതുകൊണ്ടാണ് ഇതിലിട്ടിട്ട് അളന്ന് ഞാനിത് അളവ് നോക്കിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അളവിലും തൂക്കത്തിലൊന്നും വ്യത്യാസം വരാൻ പാടില്ലല്ലോ, കറക്റ്റാക്കിയിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അങ്ങനെ ഞാൻ ഓരോരോ കവറിലാക്കിയിട്ടില്ലേ, ഞാൻ ഇങ്ങനത്തെ ഫോയിൽ കവറിലാണ് ഇതിട്ടിട്ട് വെക്കുന്നുള്ളത്. പിന്നെ ബോട്ടിൽ കുറേ ആളെന്നോട് ചോദിച്ചിട്ടുണ്ട് ബോട്ടിലിട്ടിട്ട് കൊടുക്കലില്ല. അപ്പോൾ ഞാൻ ബോട്ടിലൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി എനിക്ക് ബോട്ടിൽ വാങ്ങണം, അതിൻ്റെ പിന്നെ നെയ്മൊക്കെ ഒട്ടിച്ചിട്ട് ബോട്ടിലാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യും. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എനിക്ക് കുറച്ചൊന്നുമല്ല, കുറേ ഓർഡർ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാൻ മെല്ലെ മെല്ലെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒറ്റയടിക്ക് ചെയ്യാനുള്ള ഇപ്പം എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്, അല്ലാതെ മച്ചാൽ ഞങ്ങൾക്ക് എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ഒന്നും ചെയ്തിട്ട. അപ്പോൾ എൻ്റെ മുന്നത്തെ ഒരു അച്ചാറിട്ട വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ അത് ചോദിച്ചിട്ടുള്ളത്. അച്ചാർ കാണുമ്പോൾ നല്ല രസമുണ്ട്, തരാൻ പറ്റുമോ ചോദിക്കുമ്പോൾ ഞാൻ ഒരു സാമ്പിൾ പീസ് അവർക്ക് കൊടുത്തായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അച്ചാറിന് വീണ്ടും ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ കൊണ്ടാണ് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ ഒരു അച്ചാർ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുമ്പോൾ സ്പോട്ടിൽ എനിക്ക് മെസ്സേജ് ഇട്ടാണ്, നിങ്ങൾക്ക് താത്ത അച്ചാർ ഉണ്ടാക്കി തരാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചിട്ട് കുറേ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാലും എനിക്ക് കുറേ മെസ്സേജ് ഇട്ടായിരുന്നു കേട്ടോ, എത്തിക്കാൻ പറ്റും. നമ്മൾ കാസർഗോഡ് നീലേശ്വരം ഭാഗത്തു നിന്നല്ല കുറേ ആൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, താത്ത വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിൽ നമുക്ക് എത്തിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ ഒരു ഷോപ്പൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ തരാൻ പറ്റുമോ എന്ന്. ഞാൻ ഓക്കെ തരാം, കുറച്ച് ടൈം എടുക്കുന്നു കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ കൂടെ പറയുന്നത് വെച്ചാൽ നിങ്ങളെ സപ്പോർട്ടിലാണ് കേട്ടോ ഇത്രയും എൻ്റെ ഒരു വിജയം ഞാൻ വിചാരിക്കുന്നുള്ളത്. ഒരേ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നമ്മൾ പുരയിൽ നിങ്ങൾക്കറിയാമല്ലോ എത്രയൊക്കെ പണി ഉണ്ടാവും. നമ്മൾ പുരയിലത്തെ പണിയും പിന്നെ ബാക്കിയുള്ള പണിയെല്ലാം നമുക്കത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമുക്കതിലൊരു ഏണിങ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. അത് ആർക്കായെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തൊരു ഏണിങ്സിലാണ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു കയ്യിലൊരു വരുമാനം കിട്ടുന്നു എന്ന് നമ്മൾ തോന്നി തുടങ്ങുമ്പോൾ നമുക്കത് പിന്നെയും ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. ഇതൊക്കെ ഏതൊരു ബിസിനസ് ആയെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഇതൊന്നൊരു ചെറിയൊരു ആരും തരം താഴ്ന്നിട്ടൊന്നും കാണണ്ട. ഇതെല്ലാം നമ്മൾ ഒരു തെറ്റായ രീതിയിൽ ചെയ്യുന്നൊരു ബിസിനസ് ഒന്നും അല്ല കേട്ടോ. ഇത് നല്ലതായൊരു ബിസിനസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബാക്കി വന്നിട്ടുള്ളത്. ഇത്രേ ബാക്കിയുള്ളൂ കേട്ടോ. ഒരു 6-7 കിലോ വരെ എനിക്ക് അച്ചാറായിട്ടുണ്ട്. അതിൽ ബാക്കിയുള്ള അച്ചാറാണ് ഇത് കാണുന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.